നമ്മുടെ എല്ലാവരുടെയും ബിസി ലൈഫിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയും അതുപോലെ തന്നെ ഈ എനർജി മെയിൻറ്റെയിനും ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഹാക്കായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഹെൽത്തി ഗ്ലൂട്ടാതയോൺ ഗമ്മീസ് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാം. ഗ്ലൂട്ടാതയോൺ ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. മുഖം വെളുപ്പിക്കാൻ ഇനി ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എടുക്കണ്ട, നാച്ചുറലായി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ABC ഗമ്മീസ് എന്നോ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ് എന്നോ എന്ത് വേണേലും വിളിക്കാമല്ലോ, ബട്ട് റിസൾട്ട് ഉണ്ടല്ലോ അടിപൊളിയാണ്. നിങ്ങൾ 1 മന്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഗ്ലൂട്ടാതയോൺ ഗമ്മീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഇത്രയും ചേരുവകൾ മാത്രം മതി. ഒരു ക്യാരറ്റ്, ഒരു ഓറഞ്ച്, പിന്നെ ഒരു ആപ്പിള്, പിന്നെ ഒരു ബീറ്റ്റൂട്ട് ഫുള്ളായിട്ട് ഇടണമെന്നില്ല, ഹാഫ് കട്ട് ചെയ്തിട്ടാലും മതിയാവും. ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഓറഞ്ച് തൊലിയെല്ലാം പൊളിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ആപ്പിളും അതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ ബീറ്റ്റൂട്ട്. ഇത്രയും സാധനങ്ങളെ വേണ്ടുള്ളൂ. നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഗ്ലോ ചെയ്യാനൊക്കെ കഴിയും. ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. എന്നിട്ട് അരച്ചെടുത്തത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രം എടുക്കുക. മറ്റേത് ബാക്കി വന്നത് അത് കളയണം. അതിൻ്റെ നീര് മാത്രം നമുക്കെടുത്താൽ മതിയാവും. അത് അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഗ്ലോ ചെയ്യിക്കാൻ പറ്റും. വെളിയിൽ നിന്നുള്ള ഇഞ്ചക്ഷനോ വേറെ ക്രീമുകളോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും. അപ്പോൾ ദാ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ച് എടുത്ത് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ജെലാറ്റിനാണ് ആഡ് ചെയ്യുന്നത്. ജെലാറ്റിൻ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്താലും മതിയാകും. 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങാനീര്, അതായത് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഹണി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഇല്ലാതെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ച് നമ്മുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന അതെല്ലാം ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു മൗൾഡാണ്, ആ മൗൾഡിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചൂട് ആറിയതിന് ശേഷം ആ മൗൾഡിലോട്ട് അതിൻ്റെ നീര് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1-2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പം നമ്മുടെ ഗമ്മി ഹെൽത്തി ഗ്ലോയിങ് ഗമ്മി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ച്യൂയി ആയിട്ടുള്ളൊരു ഗമ്മിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ എല്ലാവരും ഹെൽത്തി ആയിട്ട് തന്നെ സ്കിൻ വൈറ്റനിങ്ങിനുള്ള ഇത് പരീക്ഷിച്ച് നോക്കുക. ഇതാണ് ഞാൻ 2 ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗമ്മി കിട്ടിയിട്ടുണ്ട്. ഇത് ഡെയിലി ഒരെണ്ണം വെച്ചിട്ട് കഴിക്കുക. ഡെയിലി ഒരെണ്ണം വെച്ച് രാവിലെ ഒരെണ്ണമേ ഡെയിലി കഴിക്കാവൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.